ലോകമെങ്ങുമുള്ള വ്യവസായ മേഖലയെ തന്നെ പിടിച്ചുലച്ച് വ്യാപാര യുദ്ധത്തിലേക്കെന്ന ആശങ്ക പടർത്തി ട്രംപ് കൊണ്ടുവന്ന നയം US ഫെഡറൽ ട്രേഡ് കോടതി ഇന്നലെ വിലക്കിയിരുന്നു. ഒരു ദിവസത്തിന് ശേഷമാണ് അപ്പീൽ കോടതി ഈ ഉത്തരവിന് സ്റ്റേ നൽകിയത്. ട്രംപിനേറെ ആശ്വാസം നൽകുന്ന വിധി ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അടിയന്തര അധികാര നിയമപ്രകാരം തീരുവ പിരിക്കാൻ ട്രംപിന് അപ്പീൽ കോടതി അനുമതി നൽകി. ഇതിന് പിന്നാലെ US കയറ്റുമതി നടത്തുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് താൽക്കാലികമായി 15% അധിക തീരുവ ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഏപ്രിൽ 2 ട്രംപ് ഇന്ത്യ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും ഏർപ്പെടുത്തിയ താരിഫുകൾ നിയമവിരുദ്ധമാണെന്നും വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന US കോർട്ട് ഓഫ് ഇൻ്റർനാഷണൽ കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു. വിവിധ രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തിയതിലൂടെ ട്രംപ് അധികാര പരിധി മറികടന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ട്രംപിൻ്റെ അധിക തീരുവ അമേരിക്കയിലെ സാധാരണക്കാരൻ മുതൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ വരെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. അതിനാൽ അധിക തീരുവ നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നും കോടതി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. താരിഫ് നിയമങ്ങൾ അമേരിക്കയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും താരിഫ് നയങ്ങൾ ഏകപക്ഷീയമായി മാറ്റാൻ ട്രംപിന് നിയമപരമായ അവകാശമില്ലെന്നും വ്യക്തമാക്കിയ കോടതിയിലെ 3 അംഗ ബെഞ്ചാണ് നടപടിക്കെതിരെ ഇന്നലെ വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ വിഷയത്തിൽ സർക്കാർ അപ്പീൽ പോയതിനു പിന്നാലെയാണ് അപ്പീൽ കോടതി അടിയന്തര അധികാര നിയമപ്രകാരം താരിഫ് പിരിക്കാൻ ട്രംപിന് അനുമതി നൽകിയത്. കോടതിയുടെ തീരുമാനം ട്രംപിന് താൽക്കാലികമായെങ്കിലും ആശ്വാസം നൽകുന്നതാണ്. അപ്പീൽ വന്നതിന് പിന്നാലെ 150 ദിവസത്തേക്ക്, അതായത് 6 മാസത്തേക്ക് 15% അധിക തീരുവ ഏർപ്പെടുത്തുന്ന കാര്യം ട്രംപ് സർക്കാർ പരിഗണിക്കുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 1974 US വ്യാപാര നിയമപ്രകാരം മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര അന്തരം പരിഹരിക്കാനുള്ള താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ 15% വരെ അധിക തീരുവ 150 ദിവസത്തേക്ക് ചുമത്താൻ അനുമതി നൽകുന്നുണ്ട്. ഈ നിയമപ്രകാരമാകും ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോവുക. ഈ 6 മാസ കാലയളവിനുള്ളിൽ ബാക്കി തീരുവ സംബന്ധിച്ച് ആലോചിക്കാനും തുടർ നടപടികൾ എടുക്കാനും ട്രംപിന് സമയം കിട്ടും. അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടത്താനും ഈ സമയം ട്രംപ് ഉപയോഗപ്പെടുത്തിയേക്കും. അതേസമയം ചൈന, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ ട്രംപ് ഏർപ്പെടുത്തിയ പ്രത്യേക താരിഫുകൾ ഉൾപ്പെടെയാണ് US ഫെഡറൽ കോടതിയായ മാൻഹട്ടൻ അന്താരാഷ്ട്ര വ്യാപാര കോടതി ഇന്നലെ തടഞ്ഞത്. US കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ അധിക തീരുവ ചുമത്താനുള്ള അധികാരം US പ്രസിഡന്റിനില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി 10 ദിവസങ്ങൾക്കുള്ളിൽ നികുതി ചുമത്തിയ നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതാണ് ഇപ്പോൾ അപ്പീൽ കോടതി റദ്ദാക്കിയത്. ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറലുകൾ നൽകിയ ഹർജിയിലാണ് ഇന്നലെ ഫെഡറൽ കോടതിയുടെ നടപടിയുണ്ടായത്. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുന്ന കോടതിയുടെ 3 അംഗ ബെഞ്ചിന് ആണ് ഇന്നലെ വിധി പുറപ്പെടുവിച്ചതും അതിപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ തീരുമാനം വന്നത്. ചൈനയ്ക്ക് മേൽ 30%, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതിയും ചുമത്താനായിരുന്നു ട്രംപിൻ്റെ തീരുമാനം. US എത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മിനിമം 10% നികുതിയെങ്കിലും ചുമത്താനും ട്രംപ് തീരുമാനിച്ചു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു. ഇതിന് പിന്നാലെ ചൈന അമേരിക്കയ്ക്ക് തിരിച്ചടിയുമായി രംഗത്തെത്തിയിരുന്നു. ഇത് ചൈന, അമേരിക്ക തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന് വരെ ആശങ്ക ഉയർന്നിരുന്നു.